ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനൻസ് എന്നുള്ള പോർഷനിലുള്ള അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് ആണ്. അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സും സിംഗുലാർ മെട്രിക്സ്, നോൺ സിംഗുലാർ മെട്രിക്സ് എന്നീ ഭാഗങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, HSA മാത്തമാറ്റിക്സിൻ്റെ സിലബസ് അനുസരിച്ച് മൊഡ്യൂൾ 2-ലുള്ളത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസും പിന്നെ നമ്പർ തിയറി എന്നുള്ളൊരു ഭാഗമാണ്. അതിൽ മെട്രിസസിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 2016 HSA മാത്സിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെ. നമുക്ക് അന്നേരം അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് മെട്രിക്സിൻ്റെ അഡീഷൻ നോക്കി, മൾട്ടിപ്ലിക്കേഷൻ നോക്കി, ട്രാൻസ്പോസ് നോക്കി. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലേ. പിന്നീട് ഡിറ്റർമിനൻസ് ആണ് നോക്കിയത്. ഇനി സിംഗുലാർ മെട്രിസസും നോൺ സിംഗുലാർ മെട്രിസസും ഉണ്ട്. പിന്നെ അതിൽ തന്നെ അത് പഠിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സും ഈ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിൻ്റെ മൈനർ എന്താണ്, കോഫാക്ടർ എന്താണെന്നുകൂടി നോക്കണം. HSA മാത്സ് എക്സാം മലയാളത്തിലാണ്, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അല്ലേ. +2 മുതൽ എല്ലാവരും പഠിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ടേംസും എല്ലാം അറിയുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്ക് വേഗം കണ്ടൻറ്റ് മനസ്സിലാക്കി എടുക്കാനാണ് ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലൂടെ ഞാൻ ഓടിച്ചു പോകുന്നത്. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ തരിക. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിനും ഈസി ആയി വരും. കണ്ടൻറ്റ് മനസ്സിലാക്കാൻ മലയാളത്തിൽ ഇപ്പം പഠിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ, കൺസെപ്റ്റ് ഒന്ന് ഓർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ശരിയായി വന്നോളും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. എന്താണ് മൈനർ, എന്താണ് കോഫാക്ടർ? അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മൈനേഴ്സും കോഫാക്ടേഴ്സും എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റാണ്. അപ്പോൾ നോക്കാം മൈനേഴ്സ് എന്താണെന്ന്. ഡെഫിനിഷനാണ്: മൈനർ ഓഫ് എൻ എലമെൻറ്റ് Aij ഓഫ് എ ഡിറ്റർമിനൻറ്റ് ഈസ് ദ ഡിറ്റർമിനൻറ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ഇറ്റ്സ് ith റോ ആൻഡ് jth കോളം ഇൻ വിച്ച് എലമെൻറ്റ് Aij ലൈസ്. മൈനർ ഓഫ് എൻ എലമെൻറ്റ് Aij ഈസ് ഡിനോട്ടഡ് ബൈ Mij. ക്യാപിറ്റൽ Mij ആണ് മൈനറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിറ്റർമിനൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഏത് എലമെൻറ്റിൻ്റെ മൈനറാണോ കണ്ടുപിടിക്കുന്നത് ആ എലമെൻറ്റ് ലൈ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആണ് ഡിറ്റർമിനൻ്റാണ് മൈനർ ഓഫ് ദാറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എലമെൻറ്റിൻ്റെ മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഏതെങ്കിലും ഒരു എലമെൻറ്റ് നോക്കാം. അപ്പോൾ 3 എന്നുള്ള എലമെൻറ്റിൻ്റെ മൈനറാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ മൈനറിനെ ഡിനോട്ട് ചെയ്യുന്നത് M വെച്ചിട്ടാണ് അല്ലേ. ഇനി ഈ 3 എന്ന് പറയുന്നത് ഏത് റോയിലാണ്, ഏത് കോളത്തിലാണ്, അതാണ് ഈ Ij എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റോ ആണ്, അപ്പോൾ M1 ആണ് അല്ലേ. ഫസ്റ്റ് റോ ഏത് കോളാണ്? തേർഡ് കോളല്ലേ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കോളാണ്. അപ്പോൾ M13 ഈക്വൽ ടു ഈ 3 ലൈ ചെയ്യുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്താൽ പിന്നെ എന്താ ഉണ്ടാവുക? 4, 5, 7, 8 അല്ലേ. ഇങ്ങനെയൊരു ഡിറ്റർമിനൻ്റാണ് ഉണ്ടാവുക. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൻ്റെ വാല്യൂ നോക്കാം. 4 8s are 32 minus 35 ഈക്വൽ ടു -3. ഇതാണ് ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിതിൻ്റെ കോഫാക്ടർ എന്താണെന്ന് നോക്കാം. കോഫാക്ടർ ഓഫ് M13 ഈക്വൽ ടു, കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് A13 എന്നാണ് കേട്ടോ. A13 എന്നാണ്, മൈനറല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ മൈനർ കണ്ടുപിടിച്ചിരുന്നു. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ 13 ഇതിൻ്റെ പൊസിഷൻ I + j വേണം. അതായത് -1 raised to I + j, അതായത് 1 + 3 into -3. ആദ്യം കോഫാക്ടർ കണ്ടുപിടിക്കുക, ആദ്യം മൈനർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ -1 raised to പൊസിഷൻ ഏതാണോ നോക്കുക. ആ റോയും കോളം കൂടി ആഡ് ചെയ്യണം.
അത് കൊടുക്കണം. -1/4 ആണ് വരിക ഇൻറ്റു -3. അതായത് -1/4 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായി മാറും അല്ലേ. അപ്പോൾ ഇതിൻ്റെ A13 എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. ഇനി നമുക്ക് ഈ 7ൻ്റെതൊന്ന് കണ്ടു നോക്കാം. 7 ഏത് റോയിലാണ്? തേർഡ് റോയിലാണ് അല്ലേ. A3 ഏത് കോളത്തിലാണ്? ഫസ്റ്റ് കോളത്തിലാണ്. A31 ഈക്വൽ ടു മൈനസ്, ആദ്യം കോഫാക്ടർ കണ്ടുപിടിക്കണം. M31 ഈക്വൽ ടു ഇതിൻ്റെ ഇതോട്ട് ഡിലീറ്റ് ചെയ്യുക, കോളവും റോയും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കിട്ടുക ഡിറ്റർമിനൻറ്റ്. 5 9s are 45, 6 8s are 48 ഈക്വൽ ടു -3. അങ്ങനെയാണെങ്കിൽ A31 കോഫാക്ടർ കണ്ടുപിടിക്കണം. -3 -1/3 + 1 ഇൻറ്റു -3 ദാറ്റ് ഈസ് ഈക്വൽ ടു -3. A31 എന്നുള്ളതിൻ്റെ കോഫാക്ടർ എന്താണ്? -3 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എലമെൻറ്റിൻ്റെ ഇത് കണ്ടു നോക്കാം. A21 എന്ന് പറഞ്ഞാൽ ഏതാണ്? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം, ഫോർത്ത് അല്ലേ. അതായത് M21 ആദ്യം കണ്ടുപിടിക്കണം. അത് കാണണമെങ്കിൽ M21 കാണണം. M21 എന്ന് പറയുമ്പോൾ 4 എന്നുള്ള എലമെൻ്റാണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കിട്ടുക? 2 3 8 9. ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 2 3 8 9 എന്നുള്ളതാണ്. അതായത് 2 9s are 18, 3 8s are 24. അപ്പോൾ എന്താ വരിക? നമുക്കിവിടെ 6 അല്ലേ, -6 ആണ് വരിക. അപ്പോൾ നോക്കാം, -6 വന്നിട്ടുണ്ടെങ്കിൽ M21 -6 നിർത്തി. ഇനി A21 കിട്ടണമെങ്കിൽ -1/2 + 1 ഇൻറ്റു -6, അതായത് -1/3 ഇൻറ്റു -6 അല്ലേ. അതായത് -1³ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 6. ഓക്കെ, ഇങ്ങനെയാണ് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുന്നത്. നമുക്കിനി അഡ്ജോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കിനി അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡെഫിനിഷൻ നോക്കാം. The adjoint of a square matrix A equal to Aij is defined as the transpose of the matrix Aij, where Aij is the cofactor of the element. Adjoint of the matrix A is denoted by adj A. അപ്പോൾ നമുക്കറിയാം, അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ മൈനേഴ്സ് കണ്ടുപിടിക്കണം, അതിൻ്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അതാണ് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്ന ഈസി വേ നോക്കാം. The adjoint A can also be obtained by interchanging A11 and A22 and by changing signs of A12 and A21. That is, ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് വേഗം കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് എലമെൻറ്റും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുക. A11 ഇവിടെ എഴുതുക, A22 ഫസ്റ്റിൽ എഴുതുക. പിന്നെ ഈ രണ്ട് ഡയഗണൽസിൻ്റെതും ചേഞ്ച് ചെയ്യുക, സൈന് മാത്രം ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് സ്ക്വയർ മെട്രിക്സിൻ്റെ 2x2 മെട്രിക്സിൻ്റെ മാത്രമാണ് 2x2 മെട്രിക്സിൻ്റെ ഒരു അഡ്ജോയിൻ്റ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇനിയൊരു തിയറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ബി എനി ഗിവൺ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then A ഇൻറ്റു അഡ്ജോയിൻ്റ് A ഈക്വൽ ടു അഡ്ജോയിൻ്റ് A ഇൻറ്റു A ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A ഇൻറ്റു I. അതായത് എയിനെ അഡ്ജോയിൻ്റ് A കൊണ്ട് ഇൻറ്റു ചെയ്താലും അഡ്ജോയിൻ്റ് എനെ A കൊണ്ട് ഇൻറ്റു ചെയ്താലും നമുക്ക് ലഭിക്കുന്നത് ഡിറ്റർമിനൻ്റ് A ഇൻറ്റു I ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. നമുക്കിനി അടുത്ത് നോക്കാം. A square matrix A is said to be singular if determinant A equal to 0. ഒരു സ്ക്വയർ മെട്രിക്സ് A സിംഗുലർ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ ഡിറ്റർമിനൻ്റ് A 0 ആയിരിക്കണം. നോൺ സിംഗുലർ ആണെങ്കിലോ, നോൺ സിംഗുലർ ആണെങ്കിൽ അത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ, സിംഗുലർ ആണെങ്കിൽ 0 ആയിരിക്കണം. ഓക്കെ,
ഇനി അടുത്തത് ഇഫ് എ ആൻഡ് ബി ആർ നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ ദെൻ എ ബി ആൻഡ് ബി എ ആർ ഓൾസോ നോൺ സിംഗുലർ മെട്രിസസ് ഓഫ് ദ സെയിം ഓർഡർ. എയും ബിയും നോൺ സിംഗുലർ മെട്രിസസ് ആണെങ്കിൽ എ ഇൻറ്റു ബിയും അതേപോലെ ബി ഇൻറ്റു എയും എ ബി ബി എ അത് രണ്ടും ചെയ്താലും ആ മെട്രിസസും അതായത് രണ്ട് നോൺ സിംഗുലർ മെട്രിസസിൻ്റെ പ്രൊഡക്റ്റും അഗെയിൻ എ നോൺ സിംഗുലർ മെട്രിക്സ്. നമുക്കിനി നോക്കാം. അടുത്തത് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് നോൺ സിംഗുലർ മെട്രിക്സ്. ഈ നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0, അതായത് ഡിറ്റർമിനൻ്റ് 0 ആവാൻ പാടില്ല ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ. ഒരു സ്ക്വയർ മെട്രിക്സ് എ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണം ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ആ കണ്ടീഷൻ, അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ. എ സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതിന് മസ്റ്റായിട്ടും ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും, അതാണ് ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n മൈനസ് 1. ഈ ഐഡൻറ്റിറ്റി പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അത് നല്ലവണ്ണം നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഓപ്ഷനിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഓപ്ഷനിൽ ഇങ്ങനെ മാറ്റി കൊടുക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n മൈനസ് 1. ഡിറ്റർമിനൻ്റ് എ റേസ് ടു n മൈനസ് 1 ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അഡ്ജോയിൻ്റ് എ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n മൈനസ് 1 എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ അല്ലേ, അല്ലെങ്കിൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്തായിരിക്കും? എപ്പോഴും എ എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും അല്ലേ. ഡിനോമിനേറ്ററിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ ഡിവിസിബിൾ അല്ല, ഡിവിഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് എ എപ്പോഴും 0 ആയിരിക്കില്ല എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതാണ് നേരത്തെ പറഞ്ഞ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് ആൻഡ് മെട്രിസസ് ആണ്. ഇൻ ദിസ് സെക്ഷൻ വി ഷാൾ ഡിസ്കസ് അപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻറ്റ്സ് ആൻഡ് മെട്രിസസ് ഫോർ സോൾവിംഗ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 or 3 വേരിയബിൾസ് ആൻഡ് ഫോർ ചെക്കിംഗ് ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അല്ലല്ല, നമ്മൾ ലീനിയർ ഇക്വേഷൻസിന് സോൾവ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ, ഡിറ്റർമിനൻസ് പറഞ്ഞപ്പം തന്നെ. ഇനി കൺസിസ്റ്റൻ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ്. 1 or more ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ അതിലധികമോ അത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് സിസ്റ്റമാണ്. ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് സെറ്റ് ടു ബി ഇൻകൺസിസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയാണ് ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇൻവേഴ്സ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പം 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1 ലീനിയർ ഇക്വേഷനാണ്. a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2 a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. അതിൽ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻസിനെ എ എന്ന് പറയുന്നൊരു മെട്രിക്സിലാക്കി എഴുതുന്നു. എക്സ് വൈ സെഡ് എന്ന് അതിനെ എക്സ് വൈ സെഡ് എക്സ് എന്നുള്ളൊരു മെട്രിക്സ് കൊടുത്തു. ഇനി ബി അതായത് ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന d1 d2 d3. ദെൻ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്യാൻ ബി റിട്ടൺ ആസ് എ എക്സ് ഈക്വൽ ടു ബി. ഈ ഫോമിലാണ് എഴുതിയത് എ എക്സ് ഈക്വൽ ടു ബി. ഇനി കേസ് 1, ഇഫ് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. എ എന്ന് പറയുന്നത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ദെൻ ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ലേ, അതിന് ഇൻവേഴ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എ എക്സ് ഈക്വൽ ടു ബി ആണ്, ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 ഭാഗത്തും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ അല്ലേ, ഐ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടി. This matrix equation provides a unique solution for the given system of equation as inverse of a matrix unique. This method of solving system of equation is known as matrix method.
ഇങ്ങനെയാണ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ പല മെത്തേഡും പഠിച്ചിട്ടുണ്ട്. അതിൽ മെട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ മെട്രിക്സ് മെത്തേഡ് എന്ന് പറയും. അത്ര മാത്രമേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അതിൽ നിന്ന് എക്സിൻ്റെ വേരിയബിൾസായ എക്സ് വൈ സെറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, എക്സ് എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് ഇതിനെ മെട്രിക്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം കേസ് 2. ഇഫ് എ ഈസ് എ സിംഗുലാർ മെട്രിക്സ്. സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല അല്ലേ. ദെൻ ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആയിരിക്കും. സിംഗുലാർ മെട്രിക്സ് എ എന്ന് പറയുന്നത് സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു 0 ആയിരിക്കും. ഇൻ ദിസ് കേസ് വി കാൽക്കുലേറ്റ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി. ഇഫ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ബി O എന്നാണ്. O ബീയിങ് സീറോ മെട്രിക്സ്. O എന്ന് പറയുന്നത് ഒരു സീറോ മെട്രിക്സ് ആണ്. ദെൻ സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് കാൾഡ് ഇൻകൺസിസ്റ്റൻറ്റ്. അത് ഒരു സീറോ മെട്രിക്സ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഒരു ഇൻകൺസിസ്റ്റൻറ്റ് ഇക്വേഷൻ ആയിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇഫ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 then system may be either consistent or inconsistent according to the system have either infinitely many solutions or no solution. Equal to 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 2 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിന് എക്സിൻ്റെയും വൈൻ്റെയും വേരിയബിൾസ് 2, 5, 3, 2 എന്ന് പറഞ്ഞാൽ എ എന്ന് എഴുതി. എക്സ് അതിൻ്റെ വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ബി ഈക്വൽ ടു ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി നൗ ഡിറ്റർമിനൻറ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ കണ്ടുപിടിക്കുക. അത് -11 ആണ് വരുന്നത്. 2 × 2 4, 5 × 3 15 അല്ലേ. 4 - 15 - 11 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഹെൻസ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് ആൻഡ് സോ ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. നോൺ സിംഗുലർ, ഇത് ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് അതിന് യുണീക്ക് സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്. അതായത് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ 1/11 അല്ലേ, -11 1/-11 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് 2/2 മെട്രിക്സിൻ്റെത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും ചേഞ്ച് ചെയ്യുക. അതായത് ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനിയോ ഈ 5ഉം 3ഉം സൈൻ ചേഞ്ച് ചെയ്യണം അല്ലേ. -5 -3 ആയി, സൈൻ ചേഞ്ച് ചെയ്തു. ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഈക്വൽ ടു -1/11 2 -5 -3 2 × 1 7. എ ഇൻവേഴ്സ് ബി ആണ്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇനിയോ ഇത് ചെയ്യുമ്പോൾ 2 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. എക്സ് വൈ, ഈ എക്സ് എന്നുള്ളതിന് എക്സ് വൈ എന്ന് കൊടുക്കാം. എക്സ് എന്നുള്ളത് എക്സ് വൈ എന്നുള്ള മെട്രിക്സ് ആണല്ലോ. -1/11 × -33 11. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ -11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഉം -1 വരും. അതായത് എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു -1. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 2 × 1 + -5 × 7. അതേപോലെ -3 × 1 + 2 × 7. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. മെട്രിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെർമിഷ്യനും സ്ക്യൂ ഹെർമിഷ്യനും, ഓർത്തോഗണൽ മെട്രിക്സസ്, നോർമൽ ഫോം, ഇക്വലോൺ ഫോം, റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്, കെയ്ലി ഹാമിൽട്ടൺ തിയറം. ഞാൻ ഈ പോർഷൻസ് മൊത്തമായിട്ട് കഴിഞ്ഞിട്ടാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.